ഇനി നമുക്ക് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും മുൻപന്തിയിൽ ഉണ്ടാവേണ്ട ആളെന്ന് പറയുന്നത് ഫണ്ടാ. പണം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാൻ സാധിക്കും, എന്ത് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന ഒന്ന്, നമ്മൾ എത്രമാത്രം ഓണർഷിപ്പ് പുറത്ത് കൊടുക്കുന്നുണ്ട്, എത്രമാത്രം ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിരിക്കും, എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് സിംപ്ലി പറയുക പേഴ്സണൽ ഫണ്ട് ഉണ്ട്, നമുക്ക് കടം വാങ്ങാം, ഡെപ്റ്റ് ഫണ്ട് ഉണ്ട്, ഇക്വിറ്റി ഫണ്ട് ഉണ്ട്. ഇങ്ങനെ 3 സോഴ്സാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഏതൊരു ബിസിനസിന്റെയും അതിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് എന്ത്, അല്ലെങ്കിൽ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫണ്ടാണ്. വിതൗട്ട് ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സും സക്സസ് ആക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് കാര്യങ്ങളുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ the selection of the source of finance should be done very careful as raising finance as involve cost. കാരണം ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സോഴ്സസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഷോർട്ട് ടേം സോഴ്സുകൾ ഉണ്ടായിരിക്കും, മീഡിയം ടേം സോഴ്സുകൾ ഉണ്ടാവും, ലോങ് ടേം സോഴ്സുകൾ ഉണ്ടായിരിക്കും. ജനറൽ കാറ്റഗറി ആണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് എന്താണ് ഡ്യൂറേഷനിൽ പറയുക നമുക്ക് എന്താ, നോട്ട് എക്സീഡിങ് 1 year, 1 yearന് കൂടാതെ നമുക്ക് എന്ത് ചെയ്യണം, ഫണ്ട് 1 yearന് ഉള്ളിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുക. നമ്മുടെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ട്രേഡ് ക്രെഡിറ്റ്, ഇതൊക്കെ എന്താണ് ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന രീതികളാണ്. ഇനി മീഡിയം ടൈം എന്ന് പറഞ്ഞാൽ 1 to 5 years, 1 വർഷത്തിൽ കൂടുതലായിരിക്കും, 5 വർഷത്തിൽ കുറവായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്നൊക്കെ FI നിന്നൊക്കെ ലോൺ എടുക്കുന്ന ആയിരിക്കും അല്ലെ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലെ തന്നെ ലോൺസും ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മോർ ദാൻ 5 yearsലോട്ടുള്ള നമ്മുടെ ഷെയർസ്, ഡിബെഞ്ചർ, അതൊക്കെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് എന്ന് പറഞ്ഞത്. ഇനി ഓണർഷിപ്പിനെ ബേസ് ചെയ്താണെങ്കിൽ ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ട്, രണ്ടാക്കി നമുക്ക് പറയാൻ പറ്റും. ഓണേഴ്സ് ഫണ്ട്, ബോറോഡ്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യാണ്, ബിസിനസ് അവരുടെ റീറ്റെയിൻഡ് ഏർണിങ്സോ അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യുക, ഫണ്ട് കൊണ്ടുവന്നിട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് നോക്കിയിട്ട് ആ ഫണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഓണേഴ്സിന്റെ ഫണ്ടായിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ബിസിനസിന്റെ ഓണേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ഇതേപോലെ നമുക്ക് എന്താ പറ്റും, ഡെപ്റ്റ് ഫണ്ട് ഉണ്ടാവും. നമുക്ക് ഡിബെഞ്ചർ, ബോണ്ട്, ബാങ്കിൽ നിന്ന് ലോണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോണൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ നമ്മൾ എടുക്കുന്നതാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് സോഴ്സ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ഫണ്ട് പറയാം. പേഴ്സണൽ എങ്ങനെയാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് പേഴ്സണലായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പോലെ തന്നെയാണ് നമ്മളുടെ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളോ ഉപയോഗിച്ച് സ്വന്തം നമ്മുടെ സേവിങ്സ് ഉപയോഗിക്കുക. ഇതൊക്കെ പേഴ്സണൽ ഫണ്ടാണ്. ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഈ സോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഫാക്ടർ വെറുതെ പോയിട്ട് നമുക്ക് എന്താ പറ്റില്ല, ഇപ്പം ഇക്വിറ്റി എടുക്കല്ലേ, ഒന്ന് ഇക്വിറ്റി എടുക്കാം, വേണ്ട ഡെപ്റ്റ് ആണെങ്കിൽ ഡെപ്റ്റ് എടുക്കാം, അങ്ങനെ ഒരു എന്ത് ചെയ്യാവില്ല. നമ്മൾ ഈ PSC എക്സാമിന് പോകണ 4 ഓപ്ഷൻ തരും, ഇതിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാന്നുള്ള ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇതിന് കൃത്യമായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ബിസിനസ്സിനും ഏത് സോഴ്സ് ഓഫ് ഫണ്ട് എടുക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഫാക്ടറാണ്. നമുക്ക് ഇപ്പോൾ ഡിബെഞ്ചർ ആണ്, ബാങ്ക് ലോൺ ആണെങ്കിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കില്ല. നമ്മൾ എന്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ കൊടുക്കുക. ഇനി അല്ല നമുക്ക് എന്ത് ചെയ്യാണ്, ബാങ്കിൽ നിന്നൊക്കെ ലോ കോസ്റ്റിൽ കിട്ടിയ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ഓണർഷിപ്പ് സെയിൽ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ. അപ്പോൾ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫോം ഓഫ് ഓണർഷിപ്പ് സ്ട്രക്ചർ ആണ്. നമ്മളുടെ ഓണർഷിപ്പ് ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കമ്പനി എന്ത് ചെയ്യണം, കമ്പനി തന്നെ കൈവശം വെക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഫാക്ടറും അതുപോലെ തന്നെ ഫോം ഓഫ് ഓണർഷിപ്പ് സ്ട്രക്ചറും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാക്ടർ സോഴ്സ് ഓഫ് ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ
കമ്പനിയുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ എഫക്റ്റ്. അപ്പോൾ നമുക്കൊരു പ്രൈവറ്റ് കമ്പനിയാണ് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിക്കാണ് നമുക്ക് എന്താ ജനറൽ പബ്ലിക്കിന് ഫണ്ട് റൈസ് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് പറ്റില്ല. അതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താണ് നമ്മുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ, അതും എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് എഫക്റ്റ് ചെയ്യും. പിന്നെ ഒന്ന് റിസ്ക് ഫാക്ടറാണ്. നമ്മൾ റിസ്ക് ഇൻവോൾവ് ഓരോ ഫണ്ട് ഇപ്പോൾ ഡെപ്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം നിർബന്ധമാണ്. അതേസമയം ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ നോക്കും. അപ്പോൾ ആ റിസ്ക് എത്രമാത്രം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഏതാണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് നമുക്ക് എത്ര റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ എത്ര നമുക്ക് കൊടുക്കേണ്ടി വരുന്നതിനെ കൂടുതലായിട്ട് എത്ര സുഖത്തിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കുക. ഈ ഫാക്ടേഴ്സ്, ഇത് കൂടാതെ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതുകൊണ്ട് നിങ്ങൾ നോക്കാം. ഈ ഫാക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ.